ബിന്ദു, ഞാൻ ഈ കേട്ടത് ശരിയാണോ? അമ്മ എന്നാ കേട്ടെ? സതീശൻ ഇനി ഗൾഫ് തിരിച്ചു പോകുന്നില്ലേ? ഇല്ലാന്നാ പറഞ്ഞ. ഞാനെന്നാ ഈ കേൾക്കുന്നു? എന്നിട്ട് നീ എന്നാ പറഞ്ഞേ? ഞാനെന്നാ പറയണ്ടേ? ഏട്ടൻ ഗൾഫിൽ പോയത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. പിന്നെ ഗൾഫിൽ പോകാണ്ടിരിക്കുന്നത് ഏട്ടൻ്റെ ഇഷ്ടമല്ലേ? നിങ്ങൾക്കെല്ലാം സ്വബോധം നഷ്ടപ്പെട്ടാ? ഓനിങ്ങനെ തോന്നുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യം ഇനി ആരാ നോക്കുക? എന്തെങ്കിലും തീരുമാനിക്കേണ്ട ഏട്ടൻ ജോലികളില്ലല്ലോ. നാട്ടിൽ വേറെ എന്തെങ്കിലും ജോലി കണ്ടുവച്ചിട്ടുണ്ടാവും. പിന്നെ ഓൻ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ജോലി എടുത്ത് വെച്ചിട്ടില്ലേ? ഗൾഫിൽ സകല സുഖത്തിലല്ലേ ഓൻ ജീവിച്ചേ. നാട്ടിൽ വന്ന് ഇനി കഷ്ടപ്പെടുമ്പോൾ 1 മാസം കൊണ്ടോൻ പാലും പൊക്കി ഓടിക്കോളൂ. നീ എവിടെയൊന്നും നിന്നേ? എന്താ അമ്മേ? സതീശൻ ഈ കുടുംബത്തിനെ കുറിച്ച് ഒരു ചിന്തയില്ലേ? ഓൻ ജോലി നിർത്തി വന്നാൽ പിന്നെ ഈ കുടുംബത്തിനെ ആരാ നോക്കുക? എൻ്റെ മോൻ ബാവൂട്ടനൊരു വീടെടുക്കാൻ തുടങ്ങിയിട്ടില്ലേ? ഇവൻ സഹായിക്കാന്ന് പറഞ്ഞിട്ടാണ് ഓൻ വലിയൊരു വീടെടുത്ത് വെച്ചിട്ടുള്ളത്. എൻ്റെ മോളൊരു കടമുറിക്ക് അഡ്വാൻസ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇവൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ്. ഇവനിങ്ങനെ ഇതെല്ലാം നിർത്തി വന്നു കഴിഞ്ഞാൽ അവരിനി എവിടെയാ പോവാ? ആരോടെ ചോദിക്കുക? അവർക്ക് ജീവിക്കണ്ടേ? അപ്പം അമ്മ എൻ്റെ മൂത്ത മോന് വേണ്ടി ഈ പറഞ്ഞ ജീവിതമൊന്നും. 25 വർഷമായ ഏട്ടൻ്റെ കൈപിടിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇന്ന് വരെ ഒരു സന്തോഷമായിട്ട് ഈ വീട്ടിൻ്റെ പടി ഇറങ്ങി പോയിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ച ദിവസം എണ്ണി കൂട്ടി വെച്ചാൽ ഒരു 5 വർഷം പോലും തികയില്ല. അച്ഛൻ മരിച്ചപ്പോൾ ചെറുപ്പത്തിൽ തലയിലെടുത്ത് വെച്ചതല്ലേ ഈ വീടും വീട്ടിൻ്റെ ഭാരങ്ങളും. പഠിപ്പും പണവും എല്ലാം കൊടുത്തിട്ട് കൂടെ പറപ്പിനെ 2 ആളെ ഇത്രയും ആക്കിയില്ലേ അമ്മേ? ഇനിയെങ്കിലും ആ പാവൊന്ന് ശ്വാസം വിട്ടോട്ടെ. കുടുംബത്തിലെ മൂത്ത കുട്ടിയാകുമ്പോൾ അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവും. അതിങ്ങനെ വലിയ ബാധ്യതയായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ മൂത്ത കുട്ടിയാന്ന് പറയുന്ന ആൾക്ക് ഈ ഭാരം മൊത്തം ഏറ്റെടുക്കുമ്പോൾ വയസ്സ് 12 അമ്മേ. നിങ്ങൾ ഇപ്പോഴും കൊച്ചു കുട്ടിയാന്ന് പറഞ്ഞിട്ട് കൊഞ്ചിക്കുന്ന നിങ്ങളെ പേരക്കുട്ടി ഉണ്ടല്ലോ, അവരെക്കാൾ ഇളയ പ്രായം. അല്ലെങ്കിലും അങ്ങനെ തന്നെയാകും. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരെന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതനുഭവിച്ച് സൂഹിക്കുന്നവരെന്നും സൂഹിക്കുകയും ചെയ്യും. ഡി, നീ എന്താ പറഞ്ഞു വരുന്നത്? അവന്റെ സമ്പാദ്യം മൊത്തം ഞങ്ങൾ കെട്ടിപ്പൊട്ടി വെച്ചിട്ടുള്ളതാ. അവൻ ഈ വീടിന് വേണ്ടി എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? ഒന്നിനും ആരും ഒരു കണക്കും വെച്ചിട്ടില്ല അമ്മ. നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കേണ്ടതെന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. അല്ലെങ്കിലും വീട് ഭരിക്കുന്ന മക്കളായാലും നാട് ഭരിക്കുന്ന മന്ത്രിയായാലും ശരി, സൗകര്യങ്ങളും സുഖങ്ങളും കൂടുതൽ തരുമ്പോ അതിനൊന്നും ആർക്കും ഒരു വില ഉണ്ടാവില്ല അമ്മ. എന്തൊരു ബഹള ഇത്? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ നിന്റെ അച്ഛനെ തിരിച്ചു പോകുന്നില്ല എന്ന്? അതെങ്ങനെ ശരിയാവുക? എനിക്കിനി എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്? അച്ഛൻ നാട്ടിൽ വന്നു അതെല്ലാം ഇങ്ങനെ നടത്തി തരുക? നിനക്ക് എങ്ങനെ പറയാനാവുന്നു മോളെ? അച്ഛമ്മ പറയട്ടെ. ഇല്ലെങ്കിൽ അച്ഛൻ നാട്ടിൽ വന്ന് താമസിക്കുന്ന അച്ഛമ്മക്ക് ഇഷ്ടമാണോ? ഞാനത് തന്നെ പറയുന്നു മോളെ. ഇവൻ നാട്ടിൽ വന്ന ബാക്കി കാര്യങ്ങളിൽ എങ്ങനെയാ നടക്കുവാന്ന്. എൻ്റെ മോന്റെ വീട് പണിയുണ്ട്, മോളെ കടമുറിന്റെ പണിയുണ്ട്, എല്ലതും ബാക്കിയാവൂലേ? ഇവനെ വിശ്വസിച്ചിട്ട് ഓരോ മക്കളെ വലിയ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം എങ്ങനെയാ നടത്തിക്കൊണ്ടുപോവാന്ന് എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയില്ല. അമ്മക്കൊന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലായിക്കൂടെ? ഈ പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഇനി വരാനിരിക്കുന്ന തലമുറക്കും കൂടി വേണ്ടിയിട്ടുള്ളത് സമ്പാദിച്ചിട്ട് അച്ഛനോട് ഗൾഫിൽ നിന്ന് വന്നാൽ മതിയെന്ന്. നീ എന്നെ കളിയാക്കുന്നതാണോ? ഓ, അപ്പം മനസ്സിലായി അല്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. നല്ല മാറ്റം ഉണ്ടല്ലോ. എങ്ങനെയാ മാറാണ്ടിരിക്കല്ലേ? ഡെയിലി പാലും പുസ്റ്റും മാത്രമല്ലേ കുടിക്കൂ. ഡീ, മിണ്ടരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അച്ഛൻ വെറും കറവ പശു ആയിരിക്കും. എനിക്കും എൻ്റെ അമ്മക്കും അങ്ങനെയല്ല. ഞാനാ പറഞ്ഞ അച്ഛനോട് എന്നെ തിരിച്ചു പോകണ്ടെന്ന്. ഇത്ര നേരം നിങ്ങൾ പറയുന്ന എല്ലാതും ഞാൻ കേട്ട്. അച്ഛൻ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ? നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിച്ചില്ലേ? ആപ്പന്റെ വീട്, ആന്റീന്റെ ഷോപ്പ്, ഇതൊന്നും പോരാഞ്ഞിട്ട് മറ്റേ കുട്ടികളെ പഠിത്തവും കൂടി അല്ലേ? ഇതെല്ലാം അച്ഛൻ ചെയ്തു കൊടുത്തിട്ട് എന്നാ അച്ഛമ്മ കാര്യം? ഈ വീട് അച്ഛന് കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് നിങ്ങളെ ആന്റിക്കല്ലേ കൊടുക്കുന്നത്? ഞാൻ കേട്ടതാ അമ്മ ഇവരുടെ ഡിസ്കഷൻ. ഒരായുസ് മൊത്തം കഷ്ടപ്പെട്ട് നിങ്ങളെ എല്ലാവരുടെയും ആവശ്യം നേടുത്തെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും എൻ്റെ അച്ഛനും അമ്മയെല്ലാം നിങ്ങൾക്കൊരു ഭാരമായി മാറും. കയറിക്കിടക്കാൻ ഈ വീട് പോലും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പോവാ. ഞങ്ങൾക്ക് വേണ്ടടേ നിൻ്റെ ഒരു ചില്ലി കാശ്. കാശ് മാത്രമാണോ അച്ഛമ്മേ? ഒരച്ഛൻ്റെ സ്നേഹവും പരിചരണവും കിട്ടേണ്ട പ്രായത്തിൽ ഞാനത് അനുഭവിച്ചിട്ടില്ല. എൻ്റെ അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിച്ചതുപോലും എൻ്റെ ഓർമ്മയിലില്ല. അച്ഛനും അമ്മയും ഇപ്പോൾ സന്തോഷിക്കുന്ന കാണുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടില്ല ഇവർ ഇത്രയും കാലം ഇതെല്ലാം ഉപേക്ഷിച്ചെന്ന് ആലോചിച്ച് സങ്കടം അച്ഛനെ. അച്ഛൻ്റെ ഒരു ആയുസിൻ്റെ മൊത്തം കഷ്ടപ്പാടിൻ്റെ ഫലം നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. ആപ്പനോടും ആൻറ്റീനോടും ബാക്കി പണി ഒറ്റക്കെടുത്തോളാൻ പറ. രണ്ടാൾക്കും നല്ല പഠിപ്പും ജോലിയും ആക്കി കൊടുത്തിട്ടില്ലേ? എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. അച്ഛന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തോളാം. ഇനിയെങ്കിലും ദയവേത് എൻ്റെ അച്ഛനെ വെറുതെ വിടാൻ പറയണം.